നീറ്റ് വഴി വെറ്റിനറി ഡോക്ടറാകാൻ ഒരു പ്രാക്ടീസിങ് ഡോക്ടർ എന്നുള്ള നിലക്കാണ് ആവുന്നത്. എന്നാൽ ആനിമൽ സയൻസ് എന്ന് പറയുന്നത് വലിയ വിശാലമായൊരു മേഖലയാണ്. അതിൽ പ്രാക്ടീസിങ് ഡോക്ടർ ആണ് നീറ്റ് വഴി സാധാരണഗതിയിൽ പ്രാക്ടീസിങ് ഡോക്ടർമാരല്ലാതെ തന്നെ ആനിമൽ സയൻസ് മേഖലയിൽ ധാരാളം പ്രൊഫഷണൽസ് ഉണ്ട്. അതിൽപ്പെട്ട ചിലതാണ് ആനിമൽ സയൻസ്. BSc തന്നെ ആനിമൽ സയൻസ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ആനിമൽ ഹസ്ബൻഡറി, അതുപോലെ തന്നെ വരുന്ന മറ്റൊരു ഏരിയയാണ് ആനിമൽ ന്യൂട്രീഷൻ, അതുപോലെ ആനിമൽ വെൽഫെയർ. ഇന്ന് ആനിമൽ വെൽഫെയർ എന്ന് പറയുന്നത് അഡ്വാൻസ്ഡ് കൺട്രീസിൽ, വികസിത നാടുകളിലൊക്കെ വളരെയധികം പ്രാധാന്യമുള്ള ഒരു മേഖലയാണ്. മറ്റൊന്നാണ് എക്വിൻ സയൻസ്, മറ്റൊന്ന് സുവോളജി, സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ സുവോ ആർക്കിയോളജി, ഈവൻ ആർക്കിയോളജിയിൽ പോലും സുവോ ആർക്കിയോളജി എന്ന് പറയുന്ന ഒരു മേഖലയുണ്ട്. അത് അവശിഷ്ടങ്ങൾ കുഴിച്ചെടുക്കുന്നതിനിടയിൽ പലപ്പോഴും മനുഷ്യരുടെ അവശിഷ്ടങ്ങൾ മാത്രമേ കിട്ടും. അതുപോലെ തന്നെ മനുഷ്യരുടെ അവശിഷ്ടങ്ങളോടൊപ്പം ധാരാളം മൃഗങ്ങളുടെ, വളർത്തു മൃഗങ്ങളുടെ അവശിഷ്ടങ്ങൾ കിട്ടും. പശുവിനെ വളർത്തിയിട്ടുണ്ടാവും, അതുപോലെ കുതിരകളെ വളർത്തിയിട്ടുണ്ടാവും, അതുപോലെ ഡോഗുകളെ വളർത്തിയിട്ടുണ്ടാവും. ഇതിന്റെ എല്ലാം അവശിഷ്ടങ്ങൾ കുഴിച്ചെടുക്കുമ്പോൾ കിട്ടും. അവയെല്ലാം പരിശോധിക്കുന്നതും ഐഡന്റിഫൈ ചെയ്യുന്നതും ഏതൊക്കെ തരം ജീവികളെയാണ് ഈ ജനവിഭാഗങ്ങൾ വളർത്തിയിരുന്നത്, അവരുടെ കൂടെ കഴിഞ്ഞിരുന്നത്, അവരുടെ ഇക്കോണമിയിൽ പങ്കുവഹിച്ചിരുന്നത്, അവരുടെ ഭക്ഷ്യ ഡയറ്റ് സിസ്റ്റത്തിൽ ഉൾപ്പെട്ടിരുന്നത്, ഇതെല്ലാം അറിയുന്ന ഒരു വലിയ ശാഖയാണ് സൂ ആർക്കിയോളജി എന്ന് പറയുന്നത്. ആ മേഖലയിലും ആനിമൽ സയൻസുമായി ബന്ധമുള്ള ഒരു മേഖലയാണ്. അതുപോലെ തന്നെ വൈൽഡ് ലൈഫ് ബയോളജി. ഇന്ന് കാടുകൾ നശിക്കുന്നു, ജീവികൾ നശിക്കുന്നു, കാട്ടുജീവികൾ നശിക്കുന്നു, കാട്ടുജീവികൾ നാട്ടിലിറങ്ങി വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ധാരാളം കാര്യങ്ങൾ നമുക്ക് കേൾക്കാറുണ്ട്.